ടു മൈ ചാനൽ കിമയർ. അപ്പം ഞാനിന്ന് ഒരു നൈറ്റിയാണ് എടുക്കുന്നത്. അപ്പം നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ, അതായത് സ്ക്വയർ അല്ല, സ്വീറ്റ് ഹാർട്ടിൽ ചെയ്യുന്നതാണ്. യോക്ക് നൈറ്റിയാണ് ചെയ്യുന്നത്. സ്വീറ്റ് ഹാർട്ടിലാണ് യോക്ക് നൈറ്റി ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത്. ഇത് വലിയ സൈസാണ്. ഈ തുണി വിട്ടെന്ന് പറയുന്നത് നമുക്ക് ഉള്ള തുണിയുടെ വിട്ടെന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. തുണിയുടെ വിട്ട് 19 എന്ന് പറയുമ്പോൾ 38 അപ്പം ഞാൻ ഫ്രണ്ട് പീസ് 38 എന്ന് പറയുന്ന ബാക്ക് കുറച്ച് പ്ലേറ്റ് ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെട്ട് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഫ്രണ്ടിൻ്റെത് ഞാൻ 42 വിട്ട്, 42 ഇഞ്ചിൻ്റെയാണ് ഈ തുണി. അപ്പം 42 ഇഞ്ച് തന്നെ ഞാൻ എടുത്തു. ബാക്കിൽ പ്ലേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് പലർക്കും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാനത് കുറച്ചെടുത്തത്. പിന്നെ ഞാൻ ഈ യോക്കിൻ്റെ ഈ പീസ് കട്ട് ചെയ്തേക്കുന്നത്, നോക്ക്, യോക്ക് കട്ട് ചെയ്തേക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത്. പിന്നെ ഷോൾഡർ, അതായത് വലിയ സൈസാന്ന് ഞാൻ പറഞ്ഞു, ഷോൾഡർ വീതി കൂടുതലുള്ള ആളാണ്. അപ്പം ഞാൻ ഈ ഷോൾഡർ എടുത്തേക്കുന്നത് 9 ഇഞ്ചാണ്. ഇവിടെ ഞാൻ കൂടുതൽ എടുത്തു, ഒരു 10.25. അതായത് നമ്മൾ താഴോട്ട് ഇറക്കം എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ 9 എടുത്താൽ താഴെ നമ്മൾ 9 തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് കൂട്ടിയാണ് വരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. അതായത് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതാണ് നമ്മളുടെ നൈറ്റിയുടെ പീസ് എടുത്തു. ആ പീസിൽ കണ്ടോ, ഇതാണ് നമ്മളുടെ നൈറ്റി. ഞാൻ എടുത്തേക്കണത് ഇത് 9 ഇഞ്ച്, ഇത് 12 ഇഞ്ച്, 12 or 11.5, 12 ഇഞ്ച്. അപ്പം ഇങ്ങനത്തെ ഷേപ്പാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇത് നൈറ്റി പീസ് ആണെങ്കിൽ ഈ ഷേപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത്, അതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ അളവ് നോക്കൂ. ഈ അളവെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് ഞാൻ 3 ഇഞ്ചാണ് ഷേപ്പിന് എടുത്തേക്കണത്. 3 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ സാധാരണ ഷേപ്പ് ചെയ്യുന്ന പോലല്ല. അപ്പോൾ കഴുത്തകലം ഞാനൊരു 3.5 എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3.5 ഇഞ്ച് കേട്ടോ. ബാക്കി ഷോൾഡർ വരും. അപ്പോൾ ഷോൾഡർ തോൾ വീതി എന്ന് പറയുന്നത് ഞാൻ 8 ഇഞ്ച് എടുക്കണുള്ളൂ. അപ്പോൾ അത്രയും 1 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരും കട്ടിങ്. അതായത് ഇവിടെ ഇത്തിരി സ്പേസ് ഉള്ളവരാണെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത്. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ആ കട്ടിങ് വരുന്നത്. ഓക്കെ, നെക്കിൻ്റെ ഷേപ്പും വരുന്നത് ഇങ്ങനെയാണ് നെക്കിൻ്റെ ഷേപ്പും വരുന്നത്. അപ്പോൾ ഇവിടെ വീതിയുള്ള ഒരു പീസൊക്കെ വെച്ച് കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് തയ്ക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തേക്കണത്. ഇതാണ് ഷേപ്പ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് സംശയം വരും, ഈ താഴത്തെ പീസ്, അതായത് സ്കേർട്ട് പീസ് ഇങ്ങനെ തന്നെയാണോ എടുക്കുന്നതെന്ന്. അതെ, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഷേപ്പ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ ആ 3 വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മനസ്സിലായോ? ഇത് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെ 3 എടുത്തത് കൊണ്ടാണ് ഇവിടെയും ഞാൻ 3 എടുത്തു, ഇവിടെയും 3 എടുത്തു. അപ്പം 3 വരുമ്പോൾ നമുക്ക് ഈ ആം ഹോള് കറക്റ്റായിട്ട് വരും. ബാക്കി പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ മോഡൽ വരുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഉയർത്തിയെടുക്കുക. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഷോൾഡർ സ്ലോപ്പ് വരുന്നുണ്ട്. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. ബാക്കിനൊക്കെ ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 or 3 അതും നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ഓരോരുത്തരുടെ സൗകര്യപ്രദമായ രീതിയിൽ ഇതെടുക്കാം. ഇത് കസ്റ്റമറിൻ്റെ ആണ്. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ മോഡൽ ഞാൻ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് കണ്ട ഇങ്ങനെയാണ്. ഞാൻ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല. നോക്കൂ, കണ്ടോ, ഇങ്ങനെ വരും. അതിൻ്റെ ആം ഹോൾ ഇങ്ങനെ വരും. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ യോക്ക് നൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിലൊരു മോഡൽ എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഒരു പീസ് വെക്കുകയാണ്. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഇത് ഇങ്ങനത്തെ തുണി ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പീസ് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാനത് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. ഓക്കെ,
ഞാൻ ഈ പീസ് ഇത്രയും തയ്ച്ചിട്ടുണ്ട്. ഇത്രയും തയ്ച്ചെന്ന് പറയുമ്പോൾ നോക്കി നമ്മുടെ സ്ക്വയർ പീസാണ്. ഞാൻ നമ്മളെടുത്ത പീസ് ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ് ഇട്ടു. കണ്ടോ? പ്ലീറ്റ് ഇട്ടതിന് ശേഷം കണ്ടോ പ്ലീറ്റ് ഇട്ടു. ഓക്കെ, ഇട്ടതിന് ശേഷം ഞാനതൊരു ക്രോസിന് വേറെ ക്രോസിന് ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാം സൈഡിലേക്ക്. കണ്ടോ? അതൊരു പ്രത്യേക ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ 2 ലേസൊക്കെ വെച്ച് കൊടുത്തു 2 സൈഡിനും. അപ്പോൾ അതൊരു വേറൊരു ഭംഗിയായി. ഞാനിനി സ്റ്റിഫ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സ്റ്റിഫ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ 3.5 ഇതിൻ്റെ കഴുത്തകലം എടുത്തേക്കുന്നത്. സ്റ്റിഫ് വെച്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് നോക്കാം. ബാക്കിൻ്റെ നെക്ക് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി അത് യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ. അതായത് ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിൽ ഞാൻ സ്റ്റിഫല്ലേ വെച്ചേക്കണത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഫ്രണ്ടാണ്. കണ്ടോ? ഫ്രണ്ട് അടിച്ചു വെച്ചു. ബാക്ക്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടെ നല്ല വശം ചേർത്ത് വയ്ക്കുക. കണ്ടോ? നല്ല വശം ചേർത്ത് വെച്ചു. ഇതും പ്ലേറ്റ് ഇട്ട് കറക്റ്റ് ചെയ്തെടുത്തേക്കാണ്. ചേർത്ത് വെച്ചിട്ട് ഈ പോയിന്റ്, അതായത് ഇത് നെക്ക് നന്നായിട്ട് അടിച്ചു വെച്ചേക്കാണ്. അതിന് ഇതിൻ്റെ ഇടയിലോട്ട് ഇടുക. നോക്കി, ഇതിൻ്റെ കറക്റ്റായിട്ട് കണ്ടോ? ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ടടിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ വശവും. അതിന് ബാക്ക് ഇങ്ങനെ 15 അടി കൊടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചേർത്തടിച്ചാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് നൈറ്റി അടിച്ചു കഴിയും. ഏത് മോഡലായാലും നമ്മൾ കുറച്ച് തയ്ച്ച് വരുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു രീതിയൊക്കെ വരും. അതിനനുസരിച്ച് തയ്ച്ചു പോകാം. തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? നൈറ്റ് ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡമ്മിയിലൊന്നിട്ട് നോക്കാം. ഓക്കെ, കണ്ടോ? നൈറ്റ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫ്രണ്ടിലെടുത്തേക്കണം. ഞാൻ ക്രോസിന് പീസ് എടുത്ത് വെച്ചേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇത്. ഓക്കെ, ഇത് നല്ല വലിയ സൈസാണ് കേട്ടോ. XXL ആണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഞാൻ കുറേ ലാഗായി കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് അഭിപ്രായമാണെങ്കിലും എന്നോട് പറയണം. എന്നാലേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ. ഏത് മോഡൽ വേണമെങ്കിലും പറയുക, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് വീണ്ടും കാണാം.